വായനയുടെ ഇസ്ലാമിക മാനം ശബാബ് വാരിക പുടവ കുടുംബമാസിക. ഇസ്ലാമിക വിഷയങ്ങളിൽ പ്രമാണബദ്ധമായ ലേഖനങ്ങൾ, കാലിക പ്രശ്നങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ, ചോദ്യോത്തര പംക്തികൾ, തീവ്രവാദത്തിനും യാഥാസ്ഥികതയ്ക്കും നവയാഥാസ്ഥികതയ്ക്കുമെതിരെയുള്ള ശക്തമായ ചെറുത്തുനിൽപ്പ്. ശബാബ് വാരിക പുടവ കുടുംബമാസിക, മർക്കസുദ്ദഅവ, ആറം റോഡ്, കോഴിക്കോട്. അത്തൗഹീദ് ദ്വൈമാസിക, ഇസ്ലാമിക വിഷയങ്ങളിൽ പണ്ഡിതോചിതമായ രചനകൾ, പഠന ഗവേഷണ രംഗങ്ങളിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന പ്രൗഢമായ പ്രതിപാദനങ്ങൾ, ആധുനിക വിഷയങ്ങളിൽ ലോക മുസ്ലിം പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും മതവിധികളും. അത്തൗഹീദ് ദ്വൈമാസിക, മലയാളത്തിലെ വേറിട്ട ഇസ്ലാമിക പ്രസിദ്ധീകരണം. അത്തൗഹീദ് ദ്വൈമാസിക, KNM ഓഫീസ്, മർക്കസുദ്ദഅവ, ആറം റോഡ്, കോഴിക്കോട്. ونعوذ بالله من شرور أنفسنا من سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال الذين استضعفوا للذين استكبروا بل مكر الليل والنهار إذ تأمروننا أن نكفر بالله إذ تأمروننا أن نكفر بالله ونجعل له أندادا وأسروا الندامة لما رأوا العذاب وجعلنا الأغلال في أعناق الذين كفروا هل يجزون إلا ما كانوا يعملون. ബഹുമാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, ശനിയാഴ്ചകൾ തോറും ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളോ ഉന്നത വ്യക്തിത്വങ്ങളോ നാം പഠനത്തിന് വിധേയമാക്കുകയാണ് ചെയ്തു വരാറുള്ളത്. ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഥമ വിശ്വാസി ഗണത്തിൽപ്പെട്ട ശ്രദ്ധേയനായ ഒരു സ്വഹാബിയുടെ ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത ചില സംഭവങ്ങളാണ് പരാമർശിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ് നാം ഇന്ന് മനസ്സിലാക്കുന്നത്. ആദ്യം ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുള്ള 7 ഒരാള്
എന്ന നിലക്ക് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു അറിയപ്പെടുകയാണ്. മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനെ സാധാരണ വിളിച്ചു വരുന്നത് മിഖ്ദാദ് ബിനുൽ അസ്വദ് എന്നാണ്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ മിഖ്ദാദ് ബിൻ അംർ എന്നും മിഖ്ദാദ് ബിനുൽ അസ്വദ് എന്നും പരാമർശിക്കാറുണ്ട്. ജാഹിലിയ്യ കാലത്ത് വളർത്തുപുത്രന്മാരെ വളർത്തുപിതാവിലേക്ക് ചേർത്തുകൊണ്ട് പരാമർശിക്കാറുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു നാമകരണം ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പിതാവ് അംർ യമനിലെ ഹദറമൗത്ത് പട്ടണത്തിലേക്ക് പോവുകയും അവിടെയുള്ള കിന്ദ ഗോത്രവുമായി സഖ്യത്തിലേർപ്പെട്ട് അവിടെ കഴിഞ്ഞു. അവരിൽ നിന്ന് വിവാഹം ചെയ്തു. അതിലുണ്ടായ സന്തതിയാണ് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു യുവാവായ സന്ദർഭത്തിൽ ഹിന്ദയിലെ പ്രമുഖനായിരുന്ന അബൂ ശമ്മറുമായി പ്രശ്നമുണ്ടാവുകയും സംഘട്ടനത്തിലെത്തുകയും ചെയ്തു. ആ സാഹചര്യത്തിലാണ് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു യമനിൽ നിന്ന് മക്കയിലേക്ക് വരുന്നത്. മക്കയിലെത്തിയ ശേഷം അസ്വദ് ബിൻ അബ്ദ് യഗൂസ് സുഹരി അദ്ദേഹവുമായി സന്ധിയിലേർപ്പെടുകയും അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിൽ വളരുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ വളർത്തുമകനായി പ്രഖ്യാപിക്കപ്പെട്ടതുകൊണ്ട് മിഖ്ദാദ് ബിനുൽ അസ്വദ് എന്ന നാമകരണം അറിയപ്പെട്ടു. സമൂഹത്തിന്റെ ഇടയിലെല്ലാം മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചത് അസ്വദിന്റെ പുത്രൻ എന്നായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം പ്രസിദ്ധനായി മാറിയത്. പിന്നീട് വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബിൽ വളർത്തുപുത്രന്മാരെ അവരുടെ യഥാർത്ഥ പിതാവിലേക്ക് ചേർത്താണ് വിളിക്കേണ്ടത് എന്ന് അള്ളാഹുവിന്റെ നിർദ്ദേശം വന്നു. ഉദ്ഉഹും ലിആബാഇഹിം, നിങ്ങൾ അവരവരുടെ പിതാവിലേക്ക് ചേർത്ത് വിളിക്കുക, വളർത്തുപിതാവിലേക്കല്ല. അവർക്ക് ജന്മം നൽകിയ പിതാവിലേക്ക് ചേർത്ത് വിളിക്കുക. വിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശം വന്നപ്പോൾ മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനെ മിഖ്ദാദ് ബിനുൽ അസ്വദ് എന്ന് വളർത്തുപിതാവിലേക്ക് ചേർത്ത് പറയുന്നതിന് പകരം മിഖ്ദാദ് ബിൻ അംർ എന്ന് പിതാവിലേക്ക് ചേർത്ത് പറഞ്ഞു. അതുകൊണ്ട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പേര് മിഖ്ദാദ് ബിനുൽ അസ്വദ് ആയതുകൊണ്ട് ആ നിലക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്താറുണ്ട്. അദ്ദേഹത്തിന്റെ വളർത്തുപിതാവല്ല, യഥാർത്ഥ പിതാവ് അംർ ആയതുകൊണ്ട് അംറിലേക്ക് ചേർത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മകൻ എന്ന നിലയ്ക്കും പരാമർശിക്കാറുണ്ട്. ഏതായിരുന്നാലും മിഖ്ദാദ് റളിയല്ലാഹു അൻഹു മക്കയിൽ താമസിക്കുന്നു. അവിടെയാണ് അദ്ദേഹം വളർന്നത്. അവിടെയാണ് അദ്ദേഹത്തിന്റെ വളർച്ചയുടെ പ്രധാന ഘട്ടം. ഈ സന്ദർഭത്തിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിക്കുന്നത്. സ്വകാര്യമായി അള്ളാഹുവിന്റെ റസൂൽ ഇസ്ലാമിന്റെ അധ്യാപനം ആളുകൾക്ക് പറഞ്ഞുകൊടുക്കുന്നു. തൗഹീദിലേക്കും ആഖിറത്തിലേക്കും ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ആ ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാകാൻ സൗഭാഗ്യം ലഭിച്ച മഹാനാണ് മിഖ്ദാദ് ബിനുൽ അസ്വദ് റളിയല്ലാഹു അൻഹു. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള 7 ആളുകളിൽ ഒരാളായിരുന്നു മഹാനായ
ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്നാണ്. അതുകൊണ്ട് തന്നെ മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു എന്നാണ്. നേരത്തെ തന്നെ ഇസ്ലാം മതം സ്വീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പക്ഷെ അദ്ദേഹം താമസിക്കുന്നത് തന്റെ പിതാവിന്റെയോ കുടുംബത്തിന്റെയോ കൂടെയല്ല, അസ്വദ് ബിൻ അബ്ദു യഗൂസിന്റെ കൂടെയാണ്. ആരാണ് ഈ അസ്വദ്? മക്കയിലെ ശക്തനായ ഖുറൈശി നേതാക്കളിൽ ഒരാൾ. അത്തരം ഒരു വ്യക്തിയുടെ മകനായി സംരക്ഷണത്തിൽ കഴിയുന്നതുകൊണ്ട് തന്റെ ഇസ്ലാം മത സ്വീകരണം പരസ്യപ്പെടുത്തുവാൻ മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു സാധിക്കുമായിരുന്നില്ല. അസ്വദ് വിശ്വാസികളായ ആളുകളെ ഏറ്റവും അധികം പീഡിപ്പിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ്. അതേ അസ്വദിന്റെ വളർത്തുപുത്രൻ ഇസ്ലാം സ്വീകരിച്ചു എന്ന്, മതം മാറിയിട്ടുണ്ട് എന്ന് കേട്ടാൽ അവന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രതികരണം അതിക്രൂരമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുകയും പ്രവാചകന്റെ സന്ദേശത്തെ ഇകഴ്ത്തുകയും ചെയ്യുന്ന മക്കയിലെ താഗൂത്തുകളിൽ ഒരാളായിരുന്നു ഈ അസ്വദ്. അതുകൊണ്ട് തന്നെ അസ്വദിന്റെ മുമ്പിൽ തന്റെ ഇസ്ലാമിനെ പരസ്യമാക്കാൻ മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു സാധിക്കുമായിരുന്നില്ല. കാരണം ദുർബലരായിട്ടുള്ള ആളുകളെല്ലാം പീഡിപ്പിക്കപ്പെടുന്ന കാലമാണ്. മഹാനായ അമ്മാർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പിതാവ് ബിലാൽ റളിയല്ലാഹു അൻഹു തുടങ്ങിയവരെല്ലാം പരീക്ഷണത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങൾ വേദനയോടുകൂടെ അനുഭവിക്കേണ്ടി വരുന്ന ആ സാഹചര്യമാണുള്ളത്. ഈ സാഹചര്യത്തിൽ അസ്വദിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന, യജമാനന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പീഡനങ്ങൾക്കൊരു കുറവുണ്ടായിരിക്കില്ല. ആ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ സഹായിക്കുവാനോ സംരക്ഷിക്കുവാനോ ഇടപെടാനോ തനിക്ക് വേണ്ടി മറ്റൊരാൾ കുടുംബത്തിൽപ്പെട്ടവരുണ്ടായിരുന്നില്ല. ഇക്കാരണത്താൽ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു അസ്വദിന്റെ കൂടെ കഴിയുന്നു. ഇസ്ലാമിനെ സ്വകാര്യമാക്കി വെച്ചിട്ടുണ്ട്. അവസരം കാത്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അസ്വദുമായിട്ടുള്ള ഈ കരാറിന് അവസാനിപ്പിക്കണം, അദ്ദേഹത്തിന്റെ യജമാനത്വത്തിൽ നിന്ന് മോചനം നേടണം. അതിനുള്ള സന്ദർഭം കാത്തുകൊണ്ട് അദ്ദേഹം കഴിയുകയാണ് ചെയ്തത്. അവസരം ലഭിച്ചപ്പോൾ അദ്ദേഹം അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുകയാണ്. സൂചിപ്പിച്ചത് ഇസ്ലാമിന്റെ പ്രഥമഘട്ടത്തിൽ തന്നെ ഈ സത്യസന്ദേശം തിരിച്ചറിഞ്ഞിട്ടുള്ള മഹാവ്യക്തികളിൽ ഒരാളായിരുന്നു മഹാനായ മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു. സത്യസന്ദേശം സ്വീകരിച്ച ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ അദ്ദേഹവും മദീനയിലേക്ക് ഹിജ്റ പോയി. ആദ്യം അദ്ദേഹം ഹിജ്റ പോയത് അബസീനിയയിലേക്കാണ്, രണ്ടാമത്തെ ഹിജ്റ മദീനയിലേക്ക്. ഈ രണ്ട് ഹിജ്റയും നിർവഹിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മദീനയിൽ കഴിയുന്ന സന്ദർഭത്തിൽ വിവിധങ്ങളായ അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹത്തിന്റെ ഈമാനിന്റെ തിളക്കവും ഇസ്ലാമിന് വേണ്ടിയുള്ള ത്യാഗവും പ്രകടമായിട്ടുള്ള ഒട്ടനേകം സന്ദർഭങ്ങളുണ്ടായിരുന്നു. അതിലേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സന്ദർഭമാണ് മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടിയാലോചനയിലെ അഭിപ്രായ പ്രകടനം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലുണ്ട്. ഹിജ്റ രണ്ടാമത്തെ വർഷം ചെറിയ ഒരു സ്റ്റേറ്റ് മദീനത്ത് രൂപപ്പെട്ടു വന്നു. കർഷകരായ ഒരു സംഘം ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മദീനയിലുള്ള വിശ്വാസികൾ. അവർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിലാണ് ഖുറൈശി നേതൃത്വത്തിൽ ശക്തമായൊരു സൈന്യം മദീനയിലേക്ക് പുറപ്പെട്ടത്. 1000-ഓളം വരുന്ന വലിയൊരു സൈന്യത്തെ സജ്ജീകരിച്ചുകൊണ്ടാണ് അബൂജഹൽ ബദറിന്റെ താഴ്വരയിലേക്ക് വന്നിട്ടുള്ളത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദുർബലരാണ്, ആയുധം കൊണ്ടും ആൾബലം കൊണ്ടും ദുർബലരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
കാര്യങ്ങൾ കൂടിയാലോചിക്കുകയാണ്. മുഷാവറ വിളിച്ചു ചേർത്തു. ഓരോ വ്യക്തിയും തന്റെ അഭിപ്രായം എന്താണെന്ന് വ്യക്തമായി പറയേണ്ട ഒരു സന്ദർഭമാണത്. കാരണം ആദ്യമായി മുസ്ലിങ്ങൾ അഭിമുഖീകരിക്കുന്ന വലിയ ഒരു പ്രതിസന്ധിയാണ്, യുദ്ധമാണിത്. അതുകൊണ്ട് തന്നെ അഭിപ്രായങ്ങൾ തുറന്നു പറയാം. തീർത്തും സമ്മതമുള്ള, അംഗീകാരമുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ യുദ്ധം നടക്കാവൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളെ വിളിച്ചു ചേർത്തുകൊണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാൻ വേണ്ടി പറഞ്ഞു. ഈ സന്ദർഭത്തിൽ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ വ്യക്തിത്വം പ്രകടമാവുകയാണ്. യുദ്ധത്തെയാണ് അഭിമുഖീകരിക്കുന്നത്. വലിയ ഒരു ശത്രുസേനയെയാണ് നേരിടാനുള്ളത്. എന്താണ് ചെയ്യേണ്ടത്? തന്റെ അഭിപ്രായം തുറന്നു പറയുവാൻ അദ്ദേഹം ആ അവസരം വിനിയോഗിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഇരു ചുണ്ടുകൾ ചലിക്കുന്നതിന്റെ മുമ്പ് അബൂബക്കർ റളിയല്ലാഹു അൻഹു സംസാരം ആരംഭിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു സംസാരം നിർത്തിയപ്പോഴേക്കും ഉമർ റളിയല്ലാഹു അൻഹു തന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചു. അവരെല്ലാം തന്നെ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചതുപോലെയും അനുകൂലമായും നല്ല രീതിയിലുള്ള അഭിപ്രായം രേഖപ്പെടുത്തി. മൂന്നാമത്തെ അഭിപ്രായം മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റേതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഒരു അധ്യാപനമായി നമുക്ക് കാണാം. അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇംദി ലിമാ അറാകല്ലാഹ് ഫനഹ്നു മഅക്. അല്ലാഹുവിന്റെ ദൂതരെ, അല്ലാഹു എന്താണോ താങ്കൾക്ക് കാണിച്ചു തരുന്ന മാർഗം അതിലൂടെ താങ്കൾ മുന്നോട്ടു പോവുക. താങ്കളോടൊപ്പം ഞങ്ങളുണ്ടാകും. ഇസ്രായേൽ സമൂഹം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞതുപോലെ ഞങ്ങൾ പറയില്ല. അവര് പറഞ്ഞല്ലോ, ഇദ്ഹബ് അന്ത വറബ്ബുക ഫഖാതില ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യുക, ഞങ്ങളുടെ ഇരിക്കുകയാണ് എന്ന് ബനൂ ഇസ്രായേലികൾ പറഞ്ഞില്ലേ? ഞങ്ങളത് പറയില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? ഇദ്ഹബ് അന്ത വറബ്ബുക ഫഖാതില ഇന്നാ മഅകുമാ മുഖാതിലൂൻ. താങ്കളും റബ്ബും യുദ്ധത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളോടൊപ്പം ഞങ്ങളും യോദ്ധാക്കളായിട്ടുണ്ട് എന്നാണ് മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു അഭിപ്രായം പ്രകടിപ്പിച്ചത്. വല്ലദീ ബഅസക ബിൽ ഹഖ് ലൗ സിർത ബിനാ ഇലാ ബർഖിൽ ഗിമാദി ലജാദൽനാ മഅക മിൻ ദൂനിഹി ഹത്താ തബ്ലുഗ. സത്യസന്ദേശവുമായി താങ്കളെ നിയോഗിച്ച അല്ലാഹുവാണ് സത്യം. ബർഖുൽ ഗിമാദ് എന്ന മലമടക്കിലേക്കാണ് അങ്ങ് പ്രവേശിക്കുന്നതെങ്കിൽ അങ്ങയോടൊപ്പം ആ പ്രദേശത്തെത്തുവോളം ഞങ്ങളും യോദ്ധാക്കളായിട്ടുണ്ടായിരിക്കും. അങ്ങയുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും മുന്നിലും പിന്നിലും ഞങ്ങൾ പോരാട്ടം നടത്തും. ഹത്താ യഫ്തഹില്ലാഹു ലക്. ആ യുദ്ധം അല്ലാഹു വിജയിപ്പിക്കുന്നത് വരെയും അങ്ങയോടൊപ്പം ഞങ്ങളുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു ആ നിർണായകമായ കൂടിയാലോചനാ സമിതിയിൽ വലിയ പ്രതിസന്ധിയെ തരണം ചെയ്യേണ്ട സന്ദർഭത്തിൽ ധീരമായ അഭിപ്രായം രേഖപ്പെടുത്തുകയും കൃത്യമായ വാക്കുകൾ അദ്ദേഹം അതിനുവേണ്ടി തിരഞ്ഞെടുക്കുകയും ചെയ്തു. മനസ്സിന്റെ അന്തരാളങ്ങളിൽ നിന്ന്, ആത്മാർത്ഥതയിൽ നിന്ന് ഉത്ഭൂതമായ വാക്കുകളായിരുന്നു അത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം പ്രസന്നമായി, സന്ദേഹത്തിനിടമില്ലാത്ത വിധം, അലസതയോ പിന്മാറ്റമോ സൂചിപ്പിക്കാത്ത വിധം ധീരമായ പോരാട്ടത്തിന് സന്നദ്ധമായി കൊണ്ട് ആവേശം മാത്രമല്ല ആത്മാർത്ഥത നിറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ അവിടുത്തെ മുഖം ശോഭിക്കുകയുണ്ടായി. മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ ആ വാക്കുകൾ വിശ്വാസികളുടെ മനസ്സിനെ പിടിച്ചുലച്ചു. അടുത്ത അഭിപ്രായം സഅദ് റളിയല്ലാഹു അൻഹുവിന്റേതായിരുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയിൽ ഞങ്ങൾ വിശ്വസിച്ചു, അങ്ങയെ ഞങ്ങൾ സത്യപ്പെടുത്തി, അങ്ങ് കൊണ്ടുവന്ന സന്ദേശം സത്യമാണെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചു.
അങ്ങയുടെ സംരക്ഷണത്തിനുള്ള കരാറുകൾ താങ്കൾക്ക് നാം നൽകുകയും ചെയ്തു. ഇനി പറയാനുള്ളത്, അള്ളാഹുവിന്റെ ദൂതരെ അങ്ങ് ഉദ്ദേശിച്ചതിലേക്ക് മുന്നോട്ടു പോവുക. അങ്ങയോടൊപ്പം ഞങ്ങളുണ്ട്. അള്ളാഹുവാണ് സത്യം. താങ്കൾ ഞങ്ങളെയും കൊണ്ട് സമുദ്രത്തിലേക്കാണ് പ്രവേശിക്കുന്നതെങ്കിൽ താങ്കളോടൊപ്പം ഞങ്ങളും ആ സമുദ്രത്തിൽ പ്രവേശിക്കും. ഞങ്ങളിൽ ഒരാള് പോലും പിൻവാങ്ങി നിൽക്കുകയില്ല. വമാ നക്റഹു അൻ തൽഖാ ബിനാ അദുവനാ ഗദൻ. നാളെ ശത്രുക്കളെ അഭിമുഖീകരിക്കുകയാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കാർക്കും ഒരു പ്രയാസവും അക്കാര്യത്തിലില്ല. ഇന്നാ ലസുബ്റുൻ ഫിൽ ഹർബി സുദുഖും ഫിൽ ലിഖാ. യുദ്ധത്തിൽ ഞങ്ങൾ ത്യാഗം ചെയ്യുന്നവരും ക്ഷമയുള്ളവരുമാണ്. ഏറ്റുമുട്ടുമ്പോൾ സത്യസന്ധതയുള്ളതും ആത്മാർത്ഥതയുള്ളവരുമായിരിക്കും. വലഅല്ലല്ലാഹ് യുരീക മിന്ന മാ തുഖിറു ബിഹി ഐനക്. താങ്കളുടെ കണ്ണിന് കുളിർമയേകുന്നത് അള്ളാഹു ഞങ്ങളിലൂടെ താങ്കൾക്ക് കാണിച്ചു തരും. ഫസിർ ബിന അലാ ബറകത്തില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ടാകട്ടെ, ഞങ്ങളുമായി അങ്ങ് സഞ്ചരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ ആ പ്രഖ്യാപനം, ആവേശവും ആത്മാർത്ഥതയും നിറഞ്ഞ ആ പ്രഖ്യാപനം, ആളുകളുടെ മനസ്സിലുണ്ടാക്കിയ ചലനവും ശക്തമായ നിലപാടുകളും സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കിലൂടെയും നമുക്ക് കാണാം. ആ യുദ്ധത്തിൽ, ബദറിന്റെ പോരാട്ടത്തിൽ മുസ്ലിങ്ങളിൽ കുതിരപ്പടയാളികളായി 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു, മർസദ് ബിൻ അബീ മർസദ് റളിയല്ലാഹു അൻഹു, സുബൈർ ബിൻ അൽ-അവ്വാം. 3 ആളുകൾക്ക് മാത്രമാണ് കുതിരയുണ്ടായിരുന്നത്. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു നേരത്തെ തന്നെ അറിയപ്പെടുന്ന ഒരു ഫാരിസാണ്, കുതിരപ്പടയാളിയാണ്. ബാക്കിയുള്ള ആളുകൾക്കെല്ലാം ഒട്ടകമോ അല്ലെങ്കിൽ കാൽ നടക്കാരോ ആയിട്ടാണ് യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ മിഖ്ദാദ് ബിൻ അൽ-അസ്വദ് റളിയല്ലാഹു അൻഹു, മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു, 2 പേര് പറഞ്ഞാലും പ്രശ്നമില്ല. യഥാർത്ഥത്തിൽ മിഖ്ദാദ് ബിൻ അംർ എന്നാണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര്. അദ്ദേഹം ഇങ്ങനെ നിർണായകമായൊരു സന്ദർഭത്തിൽ ധീരമായൊരു തീരുമാനമെടുത്തു. വളരെ തന്റെ ഇടത്തോടുകൂടെ ആത്മാർത്ഥമായി കൊണ്ട് ചിന്തനീയമായ ഒരാദർശം അദ്ദേഹം അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇസ്രായേൽ സമൂഹത്തിന്റെ ചരിത്രത്തിലെ അനുഭവങ്ങൾ സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടാവില്ലെന്നുള്ള പ്രഖ്യാപനം കൂടി അദ്ദേഹം നടത്തുകയുണ്ടായി. ആ ചരിത്രം ഞങ്ങളിലൂടെ ആവർത്തിക്കില്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചപ്പോൾ ഒരു പ്രവാചകന്റെ കൂടെയുള്ള അനുചരന്മാർ എന്ത് നിലപാടിലായിരിക്കണമെന്നുള്ള സന്ദേശം കൂടി സമൂഹത്തിന് നൽകുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ആവേശം മാത്രമല്ല ഉൾക്കൊള്ളുന്നത്, ആദർശവും ആദർശത്തോടുള്ള പ്രതിബദ്ധതയും ബുദ്ധിപൂർവമുള്ള തീരുമാനവുമാണ് അദ്ദേഹത്തിന്റെ ആ വാക്കുകളിൽ ഉണ്ടായിരുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള നിരവധി യുദ്ധങ്ങളിലും സംഘട്ടനങ്ങളിലും അദ്ദേഹം തന്റെ പങ്ക് നിർവഹിച്ചു. പ്രായം ചെന്ന ശേഷം പോലും അദ്ദേഹം വിശ്രമിക്കാൻ സന്നദ്ധനായിരുന്നില്ല. ഈ പ്രായമുള്ള സന്ദർഭത്തിൽ അങ്ങ് ഞങ്ങളോടൊപ്പം പുറപ്പെടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വാർദ്ധക്യം ഒരു തടസ്സമല്ലെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം വീണ്ടും തന്റെ സേവന മേഖലകൾ ഉപയോഗപ്പെടുത്തിയിരുന്നത്. അദ്ദേഹം കാര്യങ്ങളെ സംബന്ധിച്ച് അപഗ്രഥിക്കുവാനും കൃത്യമായി ആലോചിക്കുവാനും കഴിവുള്ള ബുദ്ധികൂർമ്മതയുള്ള വ്യക്തിയായിരുന്നു. തന്റെ ജീവിതത്തിൽ അനുഗ്രഹീതമായതേത് അല്ലാത്തതേതെന്ന് തിരിച്ചറിയുവാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. ഒരു സന്ദർഭം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഇമാറത്ത് ഏൽപ്പിച്ചു. ചെറിയൊരു അധികാരത്തിന്റെ നേതൃത്വം അദ്ദേഹത്തിന് നൽകി.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അദ്ദേഹത്തോട് ചോദിച്ചു, കൈഫ വജത്തൽ ഇമാറ, താങ്കൾക്ക് കിട്ടിയിട്ടുള്ള ആ അധികാരസ്ഥാനം അതെങ്ങനെയായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മനസ്സ് തുറന്നുകൊണ്ട് അദ്ദേഹം മറുപടി പറഞ്ഞത്, മറച്ചുവെക്കാതെ മനസ്സിലെ അനുഭവത്തിന്റെ യാഥാർത്ഥ്യം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ എന്നെക്കുറിച്ച് ആലോചിച്ചു. ജനങ്ങൾക്ക് മുകളിലാണ് ഞാനുള്ളത്, ജനങ്ങളെല്ലാം എന്റെ താഴെയാണ്. അങ്ങനെയുള്ളൊരാലോചന എന്റെ മനസ്സിൽ വന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് സത്യസന്ദേശവുമായി താങ്കളെ നിയോഗിച്ച നാഥനാണ് സത്യം. ലാ അതഅമ്മറന്ന അല സ്നൈൻ ബഅദൽ യൗം അബദ, ഈ ദിനത്തിന്റെ ശേഷം ഒരിക്കലും രണ്ടാളുകളുടെ അമീറാകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇമാറത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ആളുകളിൽ അധികവും. ലഭിച്ച അധികാരസ്ഥാനം നഷ്ടപ്പെടാതെ നിലനിർത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് പലരും. എന്നാൽ ഈ അധികാരസ്ഥാനം ലഭിച്ചപ്പോൾ അതിലൂടെ തന്റെ മനസ്സിനുണ്ടാകേണ്ട തഖ്വ വർദ്ധിക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനൊരു തോന്നൽ വന്നു, അതുകൊണ്ട് തന്നെ ഇനി ആ ഇമാറത്ത് എനിക്ക് വേണ്ട. കാരണം ജീവിതത്തിൽ വഞ്ചനയുണ്ടാകാൻ സാധ്യതയുള്ളൊരു മേഖലയാണത്. തന്റെ ജീവിതത്തിൽ അതുകൊണ്ട് ഗുണത്തെക്കാളേറെ നാശമുണ്ടായേക്കും. ഈ ഒരു അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇനി അധികാരസ്ഥാനം എനിക്ക് വേണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു. കാരണം ഇന്ന സഈദ ലമൻ ജുന്നിബൽ ഫിതൻ, പരീക്ഷണങ്ങളിൽ നിന്ന് അകറ്റപ്പെട്ടവനാണ് സൗഭാഗ്യവാൻ. ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ കഴിയുന്നവനാരാണ്? പരീക്ഷണങ്ങൾ വരുന്ന സന്ദർഭത്തിൽ അതിൽ പിടിച്ചു നിന്ന് മുന്നേറാൻ കഴിയണം. അത്തരം ഘട്ടങ്ങളിൽ പരീക്ഷണത്തിൽ അകപ്പെട്ടു പോകുന്നുവെങ്കിൽ, പരീക്ഷണത്തിലേക്ക് എത്തിപ്പോകുന്നുവെങ്കിൽ ആ മനുഷ്യന്റെ ജീവിതം വിജയിക്കാൻ പ്രയാസകരമാണ്. അതിനാൽ അദ്ദേഹം ആലോചിച്ചു, എനിക്കൊരു ഇമാറത്ത് ലഭിച്ചാൽ, ജനങ്ങളുടെ അമീറായി കഴിഞ്ഞാൽ, അതെന്റെ മനസ്സില് തെറ്റായ ചിന്തകളിലേക്ക് എത്തുകയും ഒരുപക്ഷെ പരീക്ഷണമായി തീരുകയും അത് മുഖേന നാശത്തിലേക്കും എത്തുകയും ചെയ്യാം. അതുകൊണ്ട് പരലോകത്ത് എനിക്ക് ഉപകാരമില്ലാത്ത ഒരു സംഗതിയായി അധികാരസ്ഥാനത്തെ അദ്ദേഹം നോക്കിക്കാണുകയാണ്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. എങ്ങനെയെങ്കിലും അധികാരം നിലനിർത്തി മുന്നോട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്നതിന് പകരം അതുണ്ടാക്കുന്ന നാശത്തെക്കുറിച്ചുള്ള ആശങ്കയായിരുന്നു അദ്ദേഹം ഭയപ്പെട്ടത്. അതിനാൽ ഇനിമേലിൽ എനിക്ക് അമീർ സ്ഥാനം വേണ്ട, രണ്ടാളുകളുടെ അമീറായിട്ടെങ്കിലും ഞാൻ ഉണ്ടായിത്തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി, പറയുകയുണ്ടായി. ആ വാക്കുകൾ നമ്മെ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയാണ്, ഇഖ്ലാസാണ്. നന്മയിൽ മുന്നേറണം, അതിന്റെ ഇടയിൽ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് മോചനം നേടുകയും ചെയ്യണം എന്ന വലിയൊരാഗ്രഹമായിരുന്നു മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ അവധാനതയോടുകൂടിയുള്ള ആലോചനയും തീരുമാനങ്ങളും ചിന്തിപ്പിക്കുന്ന വാക്കുകളും ധാരാളമായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. വിവിധങ്ങളായ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഒരിക്കൽ താബിയിൽപ്പെട്ട കുറച്ചാളുകൾ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലിരിക്കുകയാണ്.
ഈ സന്ദർഭത്തിൽ അതിലെ കടന്നുപോയ വ്യക്തി മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, തൂബാ ലിഹാതൈനിൽ ഐനൈൻ അല്ലതൈനി റഅതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകനെ നോക്കിക്കണ്ട നേത്രങ്ങളാണല്ലോ ഇത് രണ്ടും. എത്ര സൗഭാഗ്യവാൻ. മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനോടാണ് സംസാരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും ഒരുമിച്ച് കഴിയുകയും ചെയ്തിട്ടുള്ള മിഖ്ദാദ് റളിയല്ലാഹുവിനോട് അദ്ദേഹം പറയുന്നു, താങ്കളുടെ ഈ രണ്ട് കണ്ണുകൾ, ആ കണ്ണുകൾക്ക് മംഗളം, അഭിനന്ദനം. വല്ലാഹി ലവദിന അന്നാ റഅയ്നാ മാ റഅയ്ത് വശഹിദിനാ മാ ഷഹിദ്. താങ്കൾ കണ്ടത് ഞങ്ങൾക്കും കാണണം, താങ്കൾ പങ്കെടുത്തതിൽ ഞങ്ങൾക്കും പങ്കെടുക്കാൻ കഴിയേണ്ടിയിരുന്നു എന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കഴിയുക, അവിടുത്തെ സ്വഹബത്ത്, സഹവാസം ലഭിക്കുക ജീവിതത്തിലെ വലിയൊരു സൗഭാഗ്യമാണ്. ഈയൊരു മഹാഭാഗ്യം ലഭിക്കാൻ താബിയിൽപ്പെട്ട മുസ്ലിങ്ങൾ പലരും ആഗ്രഹിച്ചുപോയി. ലഭിക്കില്ല എന്നുണ്ടെങ്കിൽ പോലും തങ്ങളുടെ ആഗ്രഹം സഹാബികളുടെ മുമ്പിൽ അവർ പ്രകടിപ്പിച്ചു. മിഖ്ദാദ് റളിയല്ലാഹുവിനെ പ്രശംസിക്കുകയും തങ്ങളുടെ ആഗ്രഹങ്ങൾ അദ്ദേഹത്തിനു മുമ്പിൽ പറയുകയും ചെയ്ത ആ താബി പണ്ഡിതനോട് മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു പറഞ്ഞത് വളരെ ശ്രദ്ധേയമായ വാക്കുകളാണ്. മാ യഹ്മിലു അഹദുക്കും അലാ അൻ യതമന്നാ മഹ്ളറൻ വയ്യബഹു അല്ലാഹു അൻഹു ലാ യദ്രി ലൗ ഷഹിദഹു കൈഫ കാന യകൂനു ഫീഹി. അല്ലാഹു നിങ്ങൾക്ക് മറച്ചുവെച്ച ഒരു കാലമാണത്. നിങ്ങൾ ആ കാലത്ത് ജീവിച്ചിട്ടില്ല. ആ ഒരു ഘട്ടത്തെ നിങ്ങൾക്ക് ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, വ്യാമോഹിക്കുന്നു. എന്താ ഈ ആഗ്രഹത്തിന്റെ പിന്നിൽ? ആ സന്ദർഭത്തിൽ നിങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ, അക്കാലത്ത് നിങ്ങൾ സാക്ഷിയായിരുന്നുവെങ്കിൽ ഏതവസ്ഥയിലായിരിക്കും നിങ്ങൾ ആവുക എന്ന് അറിയുമോ? ആലോചിക്കണം. നിങ്ങൾ ആലോചിക്കണം. അല്ലാഹുവാണ് സത്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കുറെ ആളുകൾ ഒരുമിച്ചുണ്ടായിരുന്നല്ലോ. ആ ആളുകൾ അല്ലാഹു നരകത്തിലേക്കാണ് കൊണ്ടുപോയിടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ളവരാണവർ. പ്രവാചകന്റെ വിളിക്കുത്തരം ചെയ്തില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപ്പെടുത്തിയില്ല. അതിനാൽ തന്നെ അവർ നരകത്തിന്റെ അവകാശികളായി മാറിയിരിക്കുകയാണ്. എന്നാൽ നിങ്ങളോ, നിങ്ങൾ സൗഭാഗ്യവാന്മാരാണ്. നിങ്ങൾ ജനിച്ചത് തന്നെ ഇസ്ലാമിക കുടുംബത്തിലും വിശ്വാസികളുമായിട്ടാണ് നിങ്ങൾ ജനിച്ചത്. റബ്ബിലും പ്രവാചകനിലും വിശ്വസിക്കുന്നവരായിട്ടല്ലേ നിങ്ങൾ വളർന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ഒരാഗ്രഹം നിങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ എന്തായിരിക്കും നിങ്ങൾ ആ കാലത്ത് ജീവിക്കുകയായിരുന്നെങ്കിൽ സംഭവിക്കാനിരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം ഉപദേശിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ച ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ജീവിക്കുക. നിങ്ങൾ ജനിച്ചത് റബ്ബിനെ മാത്രം അറിയുന്നവരായിക്കൊണ്ടാണ്, പ്രവാചകനെ സത്യപ്പെടുത്തുന്നവരായിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള പരീക്ഷണങ്ങൾ കടുത്തതായിരുന്നു. ആ പരീക്ഷണ കാലത്തിൽ നിന്ന് അള്ളാഹു നിങ്ങളെ രക്ഷിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്. അള്ളാഹുവിന്റെ റസൂല് വരുമ്പോൾ ബിംബാരാധനയുണ്ട്. സത്യപ്രസ്ഥാനവുമായിട്ട് അദ്ദേഹം വന്നു. ഞങ്ങളിൽ ആ കാലത്ത് ജീവിച്ച സഹാബികളിൽ തന്നെ ഓരോരുത്തരും സ്വന്തം പിതാവിനെ കാണുന്നത്, മകനെ കാണുന്നത്, സഹോദരനെ കാണുന്നത് സത്യനിഷേധിയായിക്കൊണ്ടാണ്. സത്യമാർഗത്തിലേക്ക് ഹൃദയങ്ങൾ തുറന്നുകൊടുത്ത കുറച്ചാളുകളെ ഉണ്ടായിട്ടുള്ളൂ. അത്തരത്തിലുള്ള ആളുകൾ ഓരോരുത്തരും വിഷമിക്കുന്നത്
തന്റെ സ്വന്തക്കാരും കുടുംബത്തിൽപ്പെട്ടവരുമായ പലരും നരകത്തിന്റെ അവകാശികളായിട്ടാണുള്ളത്. കൺകുളിർമ എങ്ങനെയാണ് അവർക്കുണ്ടാവുക? രക്തബന്ധത്തിൽപ്പെട്ട ആളുകൾ നരകത്തിന്റെ ആളുകളായിക്കൊണ്ട് ജീവിക്കുന്നൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് സമാധാനമുണ്ടാവുക? നിങ്ങളോ, നിങ്ങൾ ജനിച്ചതും വളർന്നതുമെല്ലാം ഈ സത്യമാർഗം ഉൾക്കൊണ്ട കുടുംബ സാമൂഹിക പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ ആ അർത്ഥത്തിൽ സൗഭാഗ്യവാന്മാരല്ലേ എന്ന് ആലോചിക്കണമെന്നതാണ്. ഇവിടെ മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ആ ആളുകൾക്ക് നൽകുന്ന ഉപദേശം വളരെ പ്രസക്തമായ ചിന്തയാണ്. നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും ആളുകൾ പറയാറുള്ള കാര്യങ്ങളാണിതൊക്കെ. ഞാൻ ആ സമയത്തുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നില്ല, അദ്ദേഹത്തെപ്പോലെ ഞാൻ ധനികനായിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല, എനിക്കായിരുന്നു ഇവിടുത്തെ അധികാരമെങ്കിൽ ഈ രാജ്യം ഈ അവസ്ഥയിലാകുമായിരുന്നില്ല. അങ്ങനെ പലപ്പോഴും പല ഘട്ടങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്, പല സന്ദർഭങ്ങളെക്കുറിച്ചും ഓർക്കാറുണ്ട്. പക്ഷെ അതിന്റെ ഒരു മറുഭാഗമുണ്ട്. അദ്ദേഹത്തെപ്പോലെ സമ്പന്നനായിരുന്നു താങ്കളെങ്കിൽ താങ്കളൊരു ഖാറൂനേക്കാളും അധപ്പതിച്ചനാകും. അദ്ദേഹത്തെപ്പോലെ അധികാരമുള്ളവനായിരുന്നുവെങ്കിൽ ഈ ലോകത്ത് ഒരു പുതിയ ഫറോവ താങ്കളായിക്കൂടായികയില്ല. അദ്ദേഹത്തെപ്പോലെ അറിവുള്ള ഒരാളായിരുന്നുവെങ്കിൽ ഇബ്ലീസിനെ പോലെ നാശകരമായ അറിവുള്ളവനായി മാറിയേക്കാം. അതുകൊണ്ട് തന്നെ വർത്തമാനത്തിൽ ജീവിക്കുക, ഭാവിയെ രൂപപ്പെടുത്തുക, അത്തരത്തിലുള്ള വ്യാമോഹങ്ങൾ ഉപേക്ഷിക്കുക. ഇതാണൊരു വിശ്വാസിയായ മനുഷ്യൻ ചെയ്യേണ്ടത്. ലഭിച്ചിട്ടുള്ള ഈ സന്ദർഭത്തെ അനുഗ്രഹീതമായി കാണുകയും ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. അതാണ് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു നൽകിയിട്ടുള്ള ഉപദേശം. ചിന്തിക്കേണ്ട കാര്യമാണ്. ഒട്ടേറെ വിഷയങ്ങളിൽ ഇത്തരം ആലോചനകൾ നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നത് കുറ്റകരമാണ് എന്ന അർത്ഥത്തിലല്ല. പക്ഷേ ആ സാഹചര്യത്തിൽ, ആ കാലഘട്ടത്തിൽ, ആ സമൂഹത്തിൽ ഞാനുണ്ടായിരുന്നു എങ്കിൽ നന്മയുടെ വശം മാത്രമായിരിക്കില്ല, ഒരുപക്ഷേ തിന്മയുടെ വശമുണ്ടാകാൻ സാധ്യതയില്ലേ എന്നുള്ള ആലോചനയാണ്. അതുകൊണ്ട് അല്ലാഹുവേ, ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു കുടുംബത്തിൽ, ഈ ഒരു പശ്ചാത്തലത്തിൽ, ഈ സമൂഹത്തിൽ എന്നെ നീ ജനിപ്പിച്ച് വളർത്തിയതിൽ അനുഗ്രഹങ്ങളുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് നന്ദി കാണിക്കുന്ന ഒരു സമീപനമാണ് വിശ്വാസിക്കുണ്ടാവേണ്ടത്. അതാണ് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു നൽകുന്ന ഉപദേശം. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഒരു സന്ദർഭത്തിൽ വിശദീകരിക്കുകയാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ 2 കൂട്ടുകാരും മദീനയിലേക്ക് വന്നു. അവരെ ആരും അതിഥികളായി കൊണ്ടുപോയിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കൊണ്ടുപോയി. പ്രവാചകന്റെ ഭവനത്തിൽ അതിഥികളായി അവർ താമസിക്കുകയാണ്. അവിടെ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആടിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ആടുകളുടെ പാല് കറന്ന് 4 ഭാഗമാക്കുക, ഓരോ ആളുകൾക്കും അതിന്റെ ഓരോ ഭാഗം നീ നൽകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനെ ആ കാര്യം ഏൽപ്പിച്ചു. അദ്ദേഹം അങ്ങനെ ചെയ്തു. അതിഥികൾക്ക് അതിൽ നിന്നുള്ള പാല് നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഭാഗം എടുത്തു വെക്കുകയും ചെയ്യും. ഒരു രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള പാലെടുത്തു വെച്ച് 3 ആളുകളും പാല് കഴിച്ചുകൊണ്ട് കിടന്നു. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദേഹത്തിന് ഉറക്കം വന്നില്ല. കുറെ വൈകിയിട്ടുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ല അൻസാരി വീട്ടിലും പോയിരിക്കും. അവിടെ നിന്ന് ആഹാരം കഴിക്കാതെ വരാൻ സാധ്യതയില്ലല്ലോ. ഈ പാല് എഴുന്നേറ്റ് പോയി ഞാൻ കുടിച്ചാലോ എന്നിങ്ങനെ ആലോചിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ പാലില്ലെങ്കിൽ പട്ടിണിയായേക്കുമോ? വീണ്ടും അദ്ദേഹം കിടപ്പറയിൽ തന്നെ കുറേയേറെ സമയം കടന്നു. അവസാനം ഹത്താ ഖുംതു ഫശരിബ്തു ജുസ്അൻ, ഞാൻ എഴുന്നേറ്റ് പോയി ആ പാല് കുടിച്ചു. കുടിച്ച ശേഷമാണ് മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശന്നാണ് വരുന്നതെങ്കിൽ, ദാഹിച്ചാണ് വരുന്നതെങ്കിൽ, പാത്രം എടുത്തു നോക്കി അതിലൊന്നും കാണുന്നില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പുതപ്പ് മുഖത്ത് മൂടി പൊതിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. അല്പസമയം കഴിഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. ഉറങ്ങുന്നവരെ ഉണർത്താത്ത, ഉണർന്നു കിടക്കുന്നവരെ കേൾക്കുന്ന തരത്തിൽ അവിടുന്ന് സലാം പറഞ്ഞു. ഞാൻ വല്ലാതെ വിഷമിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാൽപാത്രത്തിന്റെ അടപ്പ് തുറന്നു. അതിലൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലാഹുമ്മ സ്ഖി മൻ സഖാനി വഅതിം മൻ അതഅമനി, അല്ലാഹുവേ കുടിപ്പിക്കുകയും ഭക്ഷിപ്പിക്കുകയും ചെയ്യണമേ, എനിക്ക് കുടിക്കാൻ തന്നവർക്ക് നീ കുടിപ്പിക്കണമേ, ഭക്ഷണം തരുന്നവർക്ക് നീ ഭക്ഷിപ്പിക്കണമേ എന്ന് അവിടുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ ആലോചിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭക്ഷണം കൊടുക്കണം, അവിടത്തേക്ക് ആവശ്യമായ പാനീയം നൽകണം. ഈ പ്രാർത്ഥന അർഹിക്കുന്ന, ലഭിക്കുന്ന, ഫലം ലഭിക്കുന്ന ആളുകളിൽ ഒരാളാകാൻ എനിക്ക് കഴിയുമല്ലോ എന്ന് കത്തിയുമായി ഞാൻ ഇറങ്ങി. ഒരാടിനെ അറുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭക്ഷണമുണ്ടാക്കി കൊടുക്കണമെന്ന ഉദ്ദേശത്തിൽ അറുക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ചെന്നത്. എന്റെ കൈ അതിന്റെ ഒന്നിന്റെ അകിടിൽ തട്ടിയപ്പോൾ അകിട് നിറഞ്ഞു നിൽക്കുന്നു. എല്ലാത്തിന്റെയും അകിടുകൾ നിറഞ്ഞു നിൽക്കുന്നു. ഞാൻ പാല് കറന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് കൊണ്ടുവന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൽ ഖബർ യാ മിഖ്ദാദ്, മിഖ്ദാദേ എന്താണിത് സംഗതി? ഇത്രയും സമയമായിട്ടും നിങ്ങൾ പാല് കഴിക്കാതെയാണോ കഴിഞ്ഞിട്ടുള്ളത്? അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് പാല് കുടിക്കൂ, പിന്നീട് വിവരം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വീണ്ടും അങ്ങ് കുടിക്കൂ, കാര്യങ്ങൾ പിന്നീട് പറയാം എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് പാല് കുടിച്ചു. ശേഷം ആ പാൽപാത്രം വാങ്ങി ഞാനും കുടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർക്ക് രണ്ടുപേർക്കും പാല് കൊടുക്കൂ എന്ന്. ഈ സന്ദർഭത്തിൽ ഞാൻ കാര്യം പറഞ്ഞു. അല്ലാഹുവിൽ നിന്ന് ലഭിച്ച അനുഗ്രഹമാണിത്. അല്ലാഹുവിന്റെ റസൂലേ, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തില്ല. ഉറങ്ങിക്കിടക്കുന്ന രണ്ടാളുകൾക്ക് കൂടി കൊടുക്കുവാനാണ് ഉപദേശിച്ചത്. സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അനുഭവമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായൊരു സമീപനവും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ള ഈ സംഭവം പിന്നീട് അദ്ദേഹം ഓർക്കുകയും നമുക്ക് പകർന്നു തരികയും ചെയ്യുകയാണ്. മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു
മുസ്ലിം സമൂഹത്തിന് ധാരാളം വിജ്ഞാനങ്ങൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് ഒട്ടനേകം ഹദീസുകൾ ചില സന്ദർഭങ്ങളിലായി ഉദ്ധരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മുസ്ലിം സമൂഹത്തിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളിൽ അദ്ദേഹം ഇടപെടുകയും കാര്യങ്ങളിൽ തന്റേതായ പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ഉദാഹരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാം. ഒരിക്കൽ ഒരു യാത്രാസംഘം, ചെറു സൈന്യം, ശത്രുജനത ആ സൈന്യത്തെ ഉപരോധിച്ചിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ സൈന്യത്തിന്റെ അമീർ ആരും തന്റെ കന്നുകാലിയെ, തന്റെ മൃഗത്തെ മേച്ചിൽപ്പുറങ്ങളിലേക്ക് കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിട്ടു. മുസ്ലിം സൈന്യത്തിൽപ്പെട്ട ഒരാൾ അമീറിന്റെ ആ കൽപ്പന ശ്രദ്ധിക്കാതിരിക്കുന്നു, അതിനെതിരെ പ്രവർത്തിച്ചു. അങ്ങനെ അർഹിക്കുന്നതിനേക്കാൾ അധികം കഠിനമായ ശിക്ഷയാണ് അമീർ ആ യോദ്ധാവിന് നൽകിയത്. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു അയാളുടെ അടുത്തുകൂടെ കടന്നുപോകുന്നു. അയാൾ കരയുകയായിരുന്നു. കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിച്ചു. സംഭവം മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തെയും കൂട്ടി അമീറിന്റെ അടുക്കിലേക്ക് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ചെന്നു. അമീർ എടുത്ത തീരുമാനം അബദ്ധമാണ് എന്ന് അമീറിനെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി അദ്ദേഹം കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അമീറിന് കാര്യം ബോധ്യമായി. താൻ നൽകിയ ശിക്ഷ കഠിനമാണ്, അധികമാണ് എന്ന് ബോധ്യമായി. അപ്പോൾ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതിന് പകരം താങ്കളോട് പ്രതികാരം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് താങ്കൾ പ്രതികാരം ചെയ്യുവാൻ സൗകര്യപ്പെടുത്തി കൊടുക്കണമെന്ന് അമീറിനോട് ആവശ്യപ്പെട്ടു. അമീർ അക്കാര്യം സമ്മതിച്ചു. തന്റെ കീഴിലുള്ള ആ യോദ്ധാവിന്റെ മുന്നിൽ തന്നോട് പ്രതികാരം ചെയ്യുവാൻ വേണ്ടി അമീർ സൗകര്യം ചെയ്തു. എന്നാൽ ആ യോദ്ധാവ് അമീറിന്റെ ആ തെറ്റുകൾക്ക് മാപ്പ് കൊടുക്കുകയും അത് അവഗണിക്കുകയും ചെയ്തു. മതം ആ മനുഷ്യ മനസ്സുകളിലുണ്ടാക്കിയ പ്രതാപത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും ഉന്നതിയുടെയും മഹത്വം അതായിരുന്നു. അതുകൊണ്ട് തന്നെ മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ലഅമൂതന്ന വൽ ഇസ്ലാം അസീസ്, ഇസ്ലാം പ്രതാപമുള്ളതായിരിക്കെ എനിക്ക് മരിക്കാൻ സാധിക്കേണ്ടതുണ്ടെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ആ അമീറിന്റെ മുന്നിൽ നിന്ന് ഇറങ്ങിത്തിരിച്ചത്. ഈ പ്രശ്നത്തിൽ അദ്ദേഹം ഇടപെടുകയും സംസാരിക്കുകയും ചെയ്തതിന്റെ പരിണിത ഫലമാണ് തന്റെ തെറ്റിനെക്കുറിച്ച് അമീർ ബോധ്യവാനാവുകയും തന്നെ പ്രതികാരത്തിന് വേണ്ടി അദ്ദേഹം അനുവദിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. സൂചിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലൊക്കെ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ഇടപെടുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ട് നല്ല തീരുമാനങ്ങൾ ഉണ്ടാക്കിയ അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ വിവാഹം ചെയ്യുന്നില്ലേ? ഉടനെ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കളുടെ മകളെ കെട്ടിച്ചെന്നാക്കും. അബ്ദുറഹ്മാൻ ഔഫിന് അത് ഇഷ്ടമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മുഖം വിവർണമായി. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്
ഈ കാര്യം പങ്കുവച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് വിവാഹം ഞാൻ ഉണ്ടാക്കിത്തരാം. അങ്ങനെയാണ് സുബൈർ ബിൻ അബ്ദുൽ മുത്തലിബിന്റെ മകൾ ദുബാഅയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുക്കുന്നത്. സൂചിപ്പിച്ചത് മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബന്ധമായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ അദ്ദേഹത്തിനുള്ള സ്ഥാനവും മഹത്വവും എന്തുമാത്രമായിരുന്നു എന്ന് ഈ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അദ്ദേഹം നിവേദനം ചെയ്തിട്ടുള്ള ചില ഹദീസുകൾ, ശ്രദ്ധേയമായ ചില ഹദീസുകളുണ്ട്. അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില കാര്യങ്ങൾ ചോദിക്കണം. പക്ഷേ ഭാര്യ പിതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തോട് ചോദിക്കുവാൻ അലി റളിയല്ലാഹു അൻഹുവിന് പ്രയാസമുണ്ട്. കാര്യങ്ങൾ മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹുവിനെ ഏൽപ്പിച്ചു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. ഒരാൾ തന്റെ ഭാര്യയോട് സമീപിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് മദനജലം പുറപ്പെടുന്നു. ആ മദനജലം പുറപ്പെട്ടാൽ എന്താണ് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ സംഭവിച്ചാൽ ഗുഹ്യസ്ഥാനം കഴുകണം, നമസ്കരിക്കുവാൻ വേണ്ടി വുളൂ ചെയ്യണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. സൂചിപ്പിച്ച് അലി റളിയല്ലാഹുവിനെ പോലെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കുവാൻ മിഖ്ദാദ് റളിയല്ലാഹുവിനെ ഏൽപ്പിക്കുകയും അദ്ദേഹം അത് നിർവഹിക്കുകയും ചെയ്യുകയാണ്. മിഖ്ദാദ് റളിയല്ലാഹു പരലോകത്തു ചിന്ത ഏറ്റവും കൂടുതലുള്ള വ്യക്തികളുടെ ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ വളരെ സ്വാധീനിച്ചിട്ടുള്ളൊരു സംഗതി പരലോകത്ത് വരാനിരിക്കുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ആ അനുഭവം വിശദീകരിക്കുന്ന ഹദീസ് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു സമൂഹത്തെ പഠിപ്പിച്ചു. തുദ്ന ശംസു യൗമൽ ഖിയാമ മിനൽ ഖൽഖി ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മീൽ. അന്ത്യനാളിൽ സൂര്യനെ ലോകത്തിന്റെ സൃഷ്ടികളുടെ അടുത്തേക്ക് കൊണ്ടുവരും. ഒരു മീൽ അകലെയായിരിക്കുമത്. മീൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയിലെ ഒരു മൈൽ അകലമാണോ, അതല്ലെങ്കിൽ കണ്ണിൽ സുറുമ എഴുതാൻ ഉപയോഗിക്കുന്ന കോലാണോ, അറിയില്ല എന്ന് റിപ്പോർട്ടർ പറഞ്ഞു. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു തുടരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന് മനുഷ്യരെല്ലാം അവരുടെ കർമ്മത്തിന്റെ തോതനുസരിച്ചുകൊണ്ട് വിയർപ്പിലായിരിക്കും. ചിലർ 2 ഞെരിയാണി വരെയും, മറ്റു ചിലർ മുട്ടുകാൽ വരെയും, വേറെ ചില ആളുകൾ അരവരെയുമൊക്കെ വിയർപ്പിൽ മുങ്ങിയിരിക്കും. ഒമിൻഹും മയ്യുൽ ജിമുഹൽ റഖ ഇൽജാമ. കടിഞ്ഞാനിട്ടതുപോലെ മൂക്കിന്റെ അതിർത്തി വരെയും വായവരെയും വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന ആളുകളുണ്ടാകും. വഅശാറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഫീഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വായിലേക്ക് കൈകൊണ്ട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു സമൂഹത്തെ പലപ്പോഴുമായി പഠിപ്പിച്ചിരുന്നൊരു ഹദീസാണിത്. പരലോകത്ത് വരുമ്പോഴുണ്ടാകുന്ന മനുഷ്യരുടെ വിവിധ അനുഭവങ്ങളാണ് ഈ ഹദീസിലൂടെ അദ്ദേഹം പഠിപ്പിച്ചത്. ഇങ്ങനൊരു പരലോക ചിന്ത അടുത്ത തലമുറകൾക്ക് നൽകിക്കൊണ്ടാണ് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. അതിനാൽ തന്നെ ധീരമായ പോരാട്ടങ്ങളിൽ പങ്കെടുത്തു. വിജ്ഞാന മേഖലകളിലുണ്ട്, പരലോക ചിന്തയുണ്ട്,
സാമൂഹികമായ കാര്യങ്ങളിൽ ഇടപെടേണ്ട ചില വിഷയങ്ങളിൽ ഇടപെടാറുണ്ട്. ഇതെല്ലാം ചെയ്തുകൊണ്ട് ജീവിച്ച മഹാനായ മിഖ്ദാദ് റളിയല്ലാഹുവിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സൂചിപ്പിച്ച ഒരു ഹദീസുണ്ട്. ഇമാം തുർമുദിയും ഇബ്നു മാജയും ഉദ്ധരിക്കുന്ന ഹസനായ സനദുള്ള ഹദീസ്. 4 ആളുകളെ സ്നേഹിക്കുവാൻ അല്ലാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്. അലി, മിഖ്ദാദ്, അബൂദർ, സൽമാൻ റളിയല്ലാഹു അൻഹും. അവരുടെ പേര് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിനർഹരെന്ന്, ഈ ആളുകളെ സ്നേഹിക്കണം എന്ന് അല്ലാഹുവിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചിട്ടുള്ള മഹാവ്യക്തി കൂടിയാണ് മിഖ്ദാദ് ഇബ്നു അസ്വദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് ഹിജ്റ 33-ാമത്തെ വർഷമാണ് മരിച്ചത്. മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 70 വയസ്സ് പ്രായമായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ് ആ ജനാസ നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തത്. മദീനയിലെ ബഖീയിൽ അദ്ദേഹത്തെ ഖബറടക്കുകയും ചെയ്തു. ഒരു മഹാമനുഷ്യന്റെ ജീവിതത്തിലെ അടർത്തിയെടുത്ത ഏതാനും സംഭവങ്ങളാണ് ഇതിൽ നാം മനസ്സിലാക്കിയിട്ടുള്ളത്. വിവിധ സന്ദർഭങ്ങളും പരീക്ഷണഘട്ടങ്ങളും വന്നപ്പോൾ അവിടെയെല്ലാം ദീനിനും ഇസ്ലാമിനും പരലോകത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതം കരുപ്പിടിപ്പിച്ച മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ വെളിച്ചമാണ് നൽകിയിട്ടുള്ളത്. ടൈപ്പ് ചെയ്ത അതേ ആളുകൾ തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഉന്നതമായ വ്യക്തിത്വത്തിൽ നിന്ന് നാം പാഠങ്ങൾ ഉൾക്കൊള്ളുകയും അതുപോലുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുമ്പോൾ ഈ മാതൃക നമുക്ക് സ്വീകരിക്കാനും കഴിയണം. അള്ളാഹുവിന്റെ സ്നേഹം ഉണ്ടെന്ന് അല്ലാഹു അറിയിച്ചിട്ടുള്ള ഒരു മഹാനായ മനുഷ്യനായി തീരുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഈമാനും ജീവിതവും എന്തുമാത്രം സംശുദ്ധമായിരുന്നു, അള്ളാഹുവിൽ സമർപ്പിതമായിരുന്നു. പടച്ചവന്റെ തൃപ്തി ലഭിക്കുവാൻ മാത്രം അദ്ദേഹം ചെയ്തിട്ടുള്ള ആ സേവനങ്ങൾ വിലപ്പെട്ടതായ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കണം. അവയെല്ലാം ഉൾക്കൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും ഈമാനിന്റെ മാർഗത്തിൽ ആ സ്വഹാബികളുടെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടും ഏറ്റവും നല്ലൊരു ജീവിതം നയിക്കുവാൻ അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്തും പരലോകത്തും അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിക്കുന്ന സ്വാലിഹ്യങ്ങളായി തീരുവാൻ അള്ളാഹു നമ്മയെല്ലാം രക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. പരീക്ഷണങ്ങളിൽ നിന്ന് വിജയം കൈവരിക്കുവാനും ഈമാനോടുകൂടെ ഇസ്ലാമിന്റെ മാർഗത്തിൽ മുന്നേറുവാനും അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മോടൊപ്പം നമ്മുടെ കുടുംബാദികളെയും റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുകയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.